നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഹൃദയത്തിൽ സ്നേഹത്തിന്റെ വർണ്ണമഴ തൂകുന്ന ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. ആദ്യം ഒരു കാനനയാത്ര, ജീവിതാനുഭവങ്ങളുടെ കലവറയിലേക്ക്. കാട്ടിലെ കൂട്ടുകാർ. കടന്നു വരൂ. കമ്പനി വിലയ്ക്ക് വിൽക്കപ്പെടുന്ന പുതുപുത്തൻ കുടകൾ. വില തുച്ഛം, ഗുണം മെച്ചം. മനസ്സിനെ ഹഠാതാകർഷിക്കുന്ന വർണ്ണശബളമാർന്ന കുടകൾ. കാണൂ, വാങ്ങൂ, ഇതാണ് ഏറ്റവും പുതിയ മോഡൽ കാട്ടുബലിക്കുടകൾ. മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ബ്ലൂടൂത്ത് വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം, ഇതിൽ ആസ്വദിക്കാം. ഇതിന്റെ വില വെറും 1200 രൂപ. 1200 രൂപയോ? ഭയങ്കര വിലയാണല്ലോ. എങ്കിൽ ഈ കുട പിടിച്ചോളൂ. ഇതിന് വെറും 400 രൂപ മാത്രം. ഇത് വേണ്ട, ഇത് വളരെ ചെറുതായി പോയി. എങ്കിൽ ഇവിടെ പലതരത്തിലുള്ള കുടകളുണ്ട്. പാട്ട് കേൾക്കാവുന്ന കുടകൾ, പാട്ട് പാടുന്ന കുടകൾ, ടോർച്ചുള്ള കുടകൾ, ഫേസ്ബുക്ക് നോക്കാവുന്ന കുടകൾ വരെയുണ്ട്. ഇതിലേതാണ് ചേട്ടന് വേണ്ടത്? പറയൂ. 1000 രൂപ വരെ എന്റെ കയ്യിലുണ്ട്. അതിനെ പറ്റിയതൊന്നും എടുത്തോളൂ. ഈ കൊടയെടുത്തോ. ഇതിൽ ടോർച്ചുണ്ട്. അൾട്രാ വയലറ്റ് രശ്മികളെ വരെ തടയാൻ പറ്റുന്ന രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള പുത്തൻ കുട. കണ്ടോ? നോക്കിക്കോളൂ. ഇത് കൊള്ളാം. കൊള്ളാം. ശരി, ഇത് മതി. ഈ കുട പാക്ക് ചെയ്തോളൂ. എത്രയാണ് ഇതിന്റെ വില? 1200 രൂപയാണ് ഇതിന്റെ വില. പക്ഷെ ചേട്ടൻ വെറും 1000 രൂപ തന്നാ. അപ്പൊ 1000 രൂപയ്ക്ക് 1000 രൂപ. ഇതാ ആകെയുള്ള പൈസ. എന്നാ ശരി, തീർച്ചയായും ഇനിയും കൂടെ ആവശ്യമുണ്ടെങ്കിൽ വരാൻ മറക്കരുത്. കാട്ടുബലിക്കുടകൾ വരൂ. ഹലോ, ഇവിടെ ഏത് കൂടെയാണ് വേണ്ടത്? ഇപ്പൊ കൊടുത്തില്ലേ ആ കൊണ്ടുപോകുന്ന കൂടെ? ടോർച്ചുള്ള കൂടെ അല്ലേ? അത് ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇനിയിപ്പോ ഇതെടുത്തോളൂ. ഇതിൽ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. പുത്തൻ മോഡലാണ് ഇത്. ഇതിന് 1200 രൂപയുള്ളൂ. അയ്യോ, 1200 രൂപയാ? എന്നാൽ പറയൂ, എത്ര രൂപയുണ്ട്? അതിന് തക്ക കുടകൾ നമുക്ക് എടുക്കാമെന്നേ. 1000ന്റെ കുടയുണ്ട്, 900ന്റെ കുടയുണ്ട്, 600ന്റെ, 400ന്റെ, അങ്ങനെ പലതരം കുടകളുണ്ട്. ഇതിൽ ഏതാണ് വേണ്ടത്? പറയൂ. എന്റെ കയ്യില് എന്നാലും കയ്യിൽ എത്ര കാണും? പറയൂ. പിന്നെ ഒന്നുമില്ലെന്നോ കുട വാങ്ങാൻ വന്നിരിക്കുന്നത്? അത് പിന്നെ പണം വരുമ്പോ പറയുന്നത്. നാളെ എന്റെ കയ്യിൽ പണം വരുമ്പോ വാങ്ങിക്കോളാന്നേ. നാളെ സമയം മെനക്കെടുത്താതെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കി തരുന്നുണ്ട്. 5 വയസ്സില്ലാണ്ട് കുടം വാങ്ങാൻ വന്നിരിക്കുന്നു. പിന്നെ വരുവിൻ, കുട വാങ്ങുവിൻ. കമ്പനി വിലയ്ക്ക് കുടകൾ വാങ്ങുവിൻ. ഇതാ 1000 രൂപയുടെ കുട, 1200 രൂപ കുട, കാട്ടുബലി കുടകൾ. ഇന്നലെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ടേ സീരിയൽ ഒന്നും കാണാൻ പറ്റിയില്ല. കാട്ടുചെമ്പത്തിന്റെ കഥ എന്തായി? അയ്യോ, ഞാനും കണ്ടില്ല. ക്രിക്കറ്റ് കളി ഉള്ളതുകൊണ്ട് പപ്പ അത് കണ്ടിരിക്കുകയായിരുന്നു. ക്ലാസ്സിലെത്തി ആരോടെങ്കിലും ചോദിക്കാം. അത് ശരിയാ. നല്ല മഴക്കാറുണ്ട്, വേഗം നടക്ക്. എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ കയ്യിൽ കൊടയുണ്ടല്ലോ. കൊട ചൂടിയാലും കുറച്ചൊക്കെ നനയും.
അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് വേഗം നടക്കാന്ന്. ഞങ്ങളും സ്കൂളിലേക്ക് തന്നെയാ പോകുന്നത്. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഇന്ന് ഹരിത ക്ലബിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടേ. അവൻ പുളു അടിച്ച് പോയത് കണ്ടില്ലേ? എന്ത് പുളുന്നായി പറയുന്നത്? ഹരിത ക്ലബിന്റെ മീറ്റിംഗ് ഇന്നലെയാ വെച്ചിരുന്നത്. ലംബോ സാറ് ലീവ് ആയിരുന്നത് കൊണ്ടേ ഇന്നലെ ആ മീറ്റിംഗ് നടന്നിട്ടുമില്ല. ലംബോ സാറ് വന്നതിന് ശേഷം മറ്റൊരു ദിവസം തീരുമാനിക്കാന്നാ വമ്പൻ സാറ് പറഞ്ഞത്. ഇന്ന് ലംബോ സാർ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ മീറ്റിംഗ് ആയിക്കൂടെ? അതെങ്ങനെയാ ശരിയാവുന്നത്? ഹരിത ക്ലബിൽപ്പെട്ട എല്ലാവരെയും അറിയിക്കാതെ എങ്ങനെയാ മീറ്റിംഗ് നടത്തുന്നത്? നമ്മുടെ ക്ലാസ്സിലെ ഹരിത ക്ലബിന്റെ ഒരു പ്രതിനിധി ഞാനാ. എന്നോട് ഇതുവരെ ആരും മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഗംഭീർ പുളു കടിച്ചതാണെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ കരുതി ഗംഭീർ നല്ല കുട്ടിയാണെന്ന്. ഇത്രയും നുണയനാണ് ഗംഭീർ എന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. മോട്ടു, ഒരാളെ കുറിച്ച് കൂടുതൽ അടുത്തറിയും തോറും നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകരും. അത് പ്രകൃതി നിയമമാണ്. ഗംഭീറിനേക്കാൾ വലിയ പുളുപടി തുടങ്ങിയോ? അപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ആദാമിന്റെ മകൻ അബുവിനെ കുറിച്ചാ. മറ്റുള്ളവരെ സഹായിക്കുക, അതുവഴി സ്വർഗത്തിൽ പേര് ചേർത്ത വ്യക്തിയാണ് അബു. ഇത്തരം നല്ല മാർഗങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. സാർ, എനിക്കൊരു സംശയം. എന്താ? ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ നുണ പറയാൻ പാടുണ്ടോ? മോട്ടു എന്താ അങ്ങനെ ചോദിച്ചത്? ഞാൻ ആരെയും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല, പൊതുവായി പറഞ്ഞതാ. മോട്ടുവിന്റെ ചോദ്യത്തിന് ഉത്തരം ആദ്യം പറയാം. ഒരിക്കലും നുണ പറയാൻ പാടില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരോ ചെയ്യാത്തവരോ ആരുമാകട്ടെ, എപ്പോഴും നുണ പറയുന്ന ഒരു വ്യക്തിയെ ആർക്കെങ്കിലും സ്നേഹിക്കാൻ തോന്നുന്നു? അത് ശരിയാണ്. കുട്ടികൾ ഒരു കാരണവശാലും നുണ പറയാൻ പാടില്ല. ഗംഭീർ, ഈ മോട്ടുവും പീലിയും എന്തോ മുനവെച്ചാണല്ലോ സംസാരിക്കുന്നത്. എനിക്കറിയില്ല. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ജീവിതത്തിൽ സുഖത്തിലും ദുഃഖത്തിലും കഴിവതും മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കാൻ ശീലിക്കണം. ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. നമുക്ക് പ്രാർത്ഥനാ ഗാനത്തിനായി എഴുന്നേറ്റ് നിൽക്കാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ഓ, ഇതവന്റെ സ്ഥിരം ശീലമായല്ലോ. ഒരുപക്ഷെ കാലത്ത് കുടയില്ലാത്തത് കാരണം അവൻ ഓടിയതാണെങ്കിലോ? പിന്നെന്തിനാ അവൻ ഹരിത ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്? രാവിലെ മഴക്കാറുണ്ടായിരുന്നില്ലേ? ഗംഭീറിനെ നമ്മൾ കണ്ടുമുട്ടിയ കുറഞ്ഞ മൂലയിൽ നിന്ന് 10 മിനിറ്റെങ്കിലും നടന്നാലേ സ്കൂൾ എത്തിയുള്ളൂ. നല്ല മഴക്കാറുള്ളതിനാൽ കൂടെ കയ്യിലില്ലാത്തത് കൊണ്ട് അവൻ ഓടിപ്പോയതാണെങ്കിലോ? ഓ, എന്ന് വെച്ച ഹരിത ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ടെന്ന് അവൻ നുണ പറഞ്ഞത് മാറുന്നില്ലല്ലോ. കൺഫ്യൂഷൻ ആയല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ പോയി ഈ കാര്യം വമ്പ സാറിനോട് ചോദിക്കാം. അത് ശരിയാണല്ലോ. എന്താണെന്നറിയാലോ? വാ, എന്നാ നടക്ക്. എന്താ മോട്ടു, എന്താ പീലി, എന്താ എന്ത് പറ്റി? ഇന്ന് ഹരിത ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ലംബോ സാറ് ലീവായതുകൊണ്ട് ഹരിത ക്ലബിന്റെ മീറ്റിംഗ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇന്ന് മീറ്റിംഗ് ഇല്ലെന്ന്. നിങ്ങൾക്ക് കൃഷിയിലൊക്കെ താല്പര്യമുള്ളത് വളരെ നല്ലതാ. അടുത്ത മീറ്റിംഗ് നിങ്ങളെ തീർച്ചയായും അറിയിക്കും. എന്താ, അതുപോലെ? അതല്ല ഞങ്ങളുടെ പ്രശ്നം. ഇന്ന് രാവിലെ മീറ്റിംഗ് ഉണ്ടെന്ന് ഗംഭീർ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഏയ്, അങ്ങനെ വരാൻ സാധ്യതയില്ല. മീറ്റിംഗ് മാറ്റിവെച്ച വിവരം ഗംഭീറിനും അറിയാവുന്നതാ. സാർ ഇതിനെ കുറിച്ച് ഗംഭീറിനോട് ചോദിക്കണം. കുറച്ചു നാളായി ഗംഭീറിന്റെ പ്രവർത്തനങ്ങളിൽ എന്തോ പന്തിക്കേടുണ്ട്. അത് മാത്രമല്ല സാറേ, ഗംഭീർ ഇത്തരം നുണകൾ ഒത്തിരി പറയുന്നുണ്ട്. ഓഹോ, തീർച്ചയായും ഇക്കാര്യം ഞാൻ അന്വേഷിക്കാം. മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇല്ല സാറേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് DD ഓഫീസ് വരെ പോകണം. സമയം ഒത്തിരി വൈകി. കടന്നു വരൂ കാട്ടുബലിക്കുടകൾ, പുതുപുത്തൻ കുടകൾ, മാരിവില്ലിൻ ഏഴഴകും പകരും വർണ്ണക്കുടകൾ. വരുവിൻ, നോക്കുവിൻ, ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുവിൻ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുക്കേണ്ടതില്ല. കാട്ടുബലികൾ 2 ഫോൾഡ് 3 ഫോൾഡ് 5 ഫോൾഡ് കുടകൾ, ബ്ലൂടൂത്തുള്ള എഫ്എമ്മുള്ള 4G കുടകൾ. ഓടുകുട, ചാടുകുട, കാറ്റടിക്കും കുട, കാറ്റ് തടുക്കും കുട. പണ്ടൊക്കെ മഴ നനയാതിരിക്കാനായിരുന്നു കുടകൾ. ഇന്നിപ്പോ പാട്ടുപാടാനും കേൾക്കാനും ഒക്കെയായി കുടകൾ.
കാലം പോയ പോക്ക് കണ്ടില്ലേ? കേൾക്കാവുന്ന കുടകൾ, പാട്ട് പാടുന്ന കുടകൾ, ടോർച്ചുള്ള കുടകൾ. ആരിത്? ഗംഭീരോ? എവിടേക്കാ ഇത്ര തിടുക്കത്തിൽ പോകുന്നത്? സാറേ, കവല വരെ പോണം. കുറച്ച് അരിയും പച്ചക്കറികളൊക്കെ വാങ്ങാനുണ്ടേ. ഗംഭീർ, നിന്നെ കുറിച്ച് എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. പരാതിയാ? ആരാ സാർ എന്നെ കുറിച്ച് പരാതി പറഞ്ഞിരിക്കുന്നത്? എന്താ പരാതി എന്നെ കുറിച്ച്? ഗംഭീർ അനാവശ്യമായി നുണ പറയുന്നു എന്ന്. നുണയാ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതെപ്പോ? ദേ ഉരുളണ്ട. ഇന്ന് ഹരിത ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ടെന്ന് നീ എന്തിനാ മോട്ടുവിനോടും പീലിയോടും കള്ളം പറഞ്ഞത്? ലെംബോ സാർ ലീവായതുകൊണ്ട് മീറ്റിംഗ് മാറ്റിയ വിവരം നിനക്കും അറിയാവുന്നതല്ലേ? അത് പിന്നെ സാറേ, ഇന്ന് രാവിലെ നല്ല മഴക്കാറുണ്ടായിരുന്നു. മഴക്കാറും ഹരിത ക്ലബിന്റെ മീറ്റിംഗും തമ്മിൽ എന്താണ് ബന്ധം? സാറേ, ഒരു വർഷത്തോളായി സ്വന്തമായിട്ടൊരു കൊട എനിക്കില്ല. മഴയില്ലാത്തപ്പോ ഞാൻ ഓടിയാണ് സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കണത്. അങ്ങനെ ഓടി വരുമ്പോഴാ മോട്ടുവിനെയും പീലിയെയും കണ്ടത്. ഒക്കെ ശരി തന്നെ. അടുത്ത സംഭവമാണ് എനിക്കറിയേണ്ടത്. ബാക്കി കൂടി പറയൂ. മഴേനെ പേടിച്ച് ഞാൻ വേഗത്തിൽ ഓടിപ്പോണത് കണ്ടപ്പോ മോട്ടു എന്നോട് നിക്കാൻ പറഞ്ഞു. തൽക്കാലം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഞാൻ ഹരിത ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അതാ സംഭവം. ഹരിത ക്ലബിൽ പീലിയുമുണ്ട്. എന്തേ ആ കാര്യം നീ ഓർക്കാതെ പോയത്? ആ കാര്യം ഞാൻ ഓർത്തില്ല സാറേ. പീലിയും മോട്ടുവും ഒക്കെ ഓരോ വർഷവും പുതിയ കുടകൾ വാങ്ങിയിട്ടാ ക്ലാസ്സിൽ വരുന്നത്. എന്റെ അവസ്ഥ അങ്ങനെയല്ല സാറേ. കുട വാങ്ങി തരാനുള്ള പണം എന്റെ വീട്ടിലില്ല. ദേ ഇന്ന് അത്താഴത്തിനുള്ള അരി വാങ്ങാനാ ഞാൻ ഇപ്പൊ റേഷൻ കടയിലേക്ക് പോണത്. ഓ ശരി, ഗംഭീർ പോയിക്കോളൂ. ഞാൻ എന്തെങ്കിലും മാർഗമുണ്ടാക്കാം. സാറേ, മഴയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാ ഞാൻ അങ്ങനെ ആ നുണ പറഞ്ഞത്. അത് തെറ്റായി പോയെങ്കിൽ സാർ എന്നോട് ക്ഷമിക്കണം സാറേ. ഗംഭീർ, എന്താണിത്? ഗംഭീർ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് കാര്യം സാർ? കാര്യം ഗംഭീറിനെ കുറിച്ച്. എന്താ? നല്ല രീതിയിൽ പഠിക്കുന്നവനും സ്കൂളിൽ കലാസാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ ശോഭിക്കുന്നവനുമാണ് ഗംഭീർ. പക്ഷേ അവന്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. ഒരു കുട പോലും സ്വന്തമായി വാങ്ങാനുള്ള അവസ്ഥയിലല്ല അവനിപ്പോ. നിങ്ങൾ കണ്ടുമുട്ടിയ അന്ന് മഴയെ പേടിച്ച് അവൻ സ്കൂളിലേക്ക് ഓടി വരികയായിരുന്നു. നിങ്ങളോട് സംസാരിച്ചു നിന്നാ മഴ വന്നാലോ എന്ന് പേടിച്ച് രക്ഷപ്പെടാനുള്ള ഒരു ഉപായമായി അവൻ കണ്ടെത്തിയതാ ആ ഹരിത ക്ലബിന്റെ മീറ്റിംഗ്. ഓ, അങ്ങനെയായിരുന്നോ? അതെ. സ്വന്തം കുറവുകൾ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാത്തൊരു സ്വഭാവമാണ് അവന്റേത്. അതുകൊണ്ട് തന്നെ അവനൊരു കുട വാങ്ങി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. സാർ, എന്റെ കൈവശം 2 കുട ഇരിപ്പുണ്ട്. അതിലൊന്ന് ഞാൻ നാളെ സാറിന്റെ കയ്യിൽ തരാം. സാറ് തന്നെ നേരിട്ട് അവന്റെ കയ്യിൽ കൊടുത്താ മതി. ശരിയാണ്, ഞങ്ങൾ കൊടുത്താൽ ചിലപ്പോൾ അവൻ വാങ്ങിയെന്ന് വരില്ല. ഓക്കേ, അപ്പൊ മോട്ടുവിന്റെ കയ്യിൽ എങ്ങനെയാണ് 2 കുട വന്നത്? അത് പിന്നെ കഴിഞ്ഞ വർഷം എനിക്കൊരു പുതിയ കുട വാങ്ങിയിരുന്നു. ഈ വർഷവും പുതിയതൊന്ന് വാങ്ങി. ഇതിൽ ഏത് കുടയാണ് ഗംഭീറിന് കൊടുക്കാൻ പോകുന്നത്? കഴിഞ്ഞ വർഷം വാങ്ങിയ കുട. അപ്പോ കഴിഞ്ഞ വർഷം വാങ്ങിയ പഴയ കുടയല്ലേ? സാർ, ഞാൻ സൂക്ഷിച്ചുപയോഗിച്ചത് കൊണ്ട് ആ കുട പഴയ കുടയാണെന്ന് തോന്നുകയില്ല. അപ്പോ 2 കുടയും പുതിയതുപോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അത് ശരിയാ. എങ്കിൽ ഈ വർഷം വാങ്ങിയ പുതിയ കുട തന്നെ ഗംഭീറിന് കൊടുത്തുകൂടെ? നമ്മുടെ കയ്യിൽ അധികമുള്ള ഒരു കുട കൊടുക്കുന്നതിനേക്കാൾ ഗുണപ്രദമാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കുട മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതെ അതെ, ശരിയാണ് സാർ. ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക് ചെയ്യാറുണ്ട്. അന്നൊന്നും ഇത്തരം ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ശരിയാ സാറേ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റൊരുവിന് നൽകുമ്പോൾ നമ്മുടെ സന്തോഷം ഇരട്ടിക്കും. വെരി ഗുഡ്. സമ്പന്നതയിൽ നിന്ന് ദാനം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ദാരിദ്ര്യത്തിൽ നിന്നും ദാനം നൽകുമ്പോഴാണ് ദാനത്തിന് മൂല്യമേറുന്നത്. വിധവയുടെ ചില്ലിക്കാശ് പോലെ അത്തരം ദാനങ്ങൾ എന്നും നിലനിൽക്കും.
ചിരിയും വിട്ട് ഇനി നമ്മൾ പോകുന്നത് വചനം ഏറ്റുവാങ്ങാൻ. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് ടിങ്കു, ഹായ് കൂട്ടുകാരെ. ഹായ് അങ്കിൾ, ഹായ് കൂട്ടുകാരെ. ടിങ്കു, ഇന്ന് നമുക്കൊരു യാത്ര പോകണം. എവിടെ അങ്കിൾ? അങ്ങ് ദൂരെയാണ് നമുക്ക് പോകാനായിട്ടുള്ളത്. അങ്കിൾ എവിടെ പോയാലും ടിങ്കു അങ്ങളുടെ കൂടെ വരാറില്ലേ? ഓക്കെ, വേഗം പോയി റെഡിയായേ. ഞാനില്ല. അതെന്താ അങ്ങളുടെ കൂടെ വരാത്തത്? ഞാനില്ല. എന്താ നീ വരാത്തത്? അതെ അങ്കിൾ, എനിക്ക് നല്ലൊരു ഉടുക്കില്ല. നിനക്ക് ഉടുപ്പില്ലെന്നോ? നീ വെറുതെ കള്ളം പറയരുത് കേട്ടോ. കള്ളമല്ല. പിന്നെന്താ നിനക്ക് ഉടുപ്പില്ലെന്ന് നീ വെറുതെ പറയരുത്. കഴിഞ്ഞ ദിവസം ഒരുപാട് ഉടുപ്പ് വാങ്ങിയല്ലോ. എനിക്കൊന്നും ഇഷ്ടമല്ല. അതാണ് വിഷയം. ഉടുപ്പില്ലാത്തതല്ല വിഷയം. നിനക്ക് ധാരാളം ഉടുപ്പുണ്ട്, അതൊന്നും നിനക്ക് ഇഷ്ടമല്ല അല്ലേ? നിനക്കുള്ളത് കൊണ്ടല്ലേ നീ അങ്ങനെ ചിന്തിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രയോ കൂട്ടുകാർക്ക് നല്ല ഉടുപ്പൊന്നുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു നല്ല ഉടുപ്പ് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ നിനക്കെല്ലാം കിട്ടിയിട്ടും അതിഷ്ടപ്പെടുന്നില്ല അല്ലേ? നീ ഒരു ബിസിനസ്സുകാരൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ വളരെ ധനവാനായ വ്യാപാരം ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാം ഉണ്ടെങ്കിലും മനസ്സിൽ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. അദ്ദേഹം ഒരു ഡോക്ടറുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ മനസ്സിൽ ഒരു സ്വസ്ഥതയില്ല, നിങ്ങൾ എന്നെ സഹായിക്കണം. ആ ഡോക്ടറും അദ്ദേഹത്തെ മുഴുവൻ പരിശോധിച്ചു. തന്നിൽ യാതൊരു പ്രശ്നവും കണ്ടെത്തുവാനായിട്ട് ഡോക്ടർക്ക് കഴിഞ്ഞില്ല. ഡോക്ടർ ഒടുവിൽ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളൊരു യാത്ര പോകണം. എങ്ങോട്ടാണ് യാത്ര പോകുന്നത്, എത്ര ദിവസമാണ്, അതെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ബിസിനസ്സിൻ്റെ യാതൊരു കാര്യവും നിങ്ങൾ ഓർക്കാനായിട്ട് പാടില്ല. അദ്ദേഹം അത് സമ്മതിച്ചു. അദ്ദേഹം യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് പല കാഴ്ചകൾ അദ്ദേഹം കണ്ടു. അദ്ദേഹം ഈ കാഴ്ചകളിൽ കണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ വഴിയരികിൽ വളരെ പ്രായമായ ഒരമ്മച്ചി നിൽക്കുകയാണ്. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. പെട്ടെന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, ആ അമ്മച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അദ്ദേഹം വേഗം പോയി ആ അമ്മച്ചിയെ ഹെൽപ്പ് ചെയ്തു റോഡിൻ്റെ അപ്പുറത്തേക്ക് കടത്തിവിട്ടു. മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം അദ്ദേഹം അനുഭവിച്ചു. പിന്നെയും അദ്ദേഹം മുമ്പോട്ട് പോയി. അവിടെ പോയപ്പോൾ അദ്ദേഹം ഐസ്ക്രീം വിൽക്കുന്ന ആളെ കണ്ടു. വേഗം പോയി ഐസ്ക്രീം വാങ്ങി കഴിക്കുന്ന സമയത്ത് രണ്ട് കുട്ടികൾ ഈ ഐസ്ക്രീംകാരനെയും ഇദ്ദേഹം നോക്കി നിൽക്കുന്നത് കണ്ടു. ഉടനെ ആ കുഞ്ഞുങ്ങളെ വിളിച്ചു. അദ്ദേഹം അവർക്കും ആവോളം വേണ്ടുവോളം ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. പിന്നെയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം. അദ്ദേഹം തിരികെ എത്തി ആ ഡോക്ടറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ ഡോക്ടറെ, ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് വല്ലാത്ത സന്തോഷം അനുഭവപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട്. അങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? എന്തൊക്കെയാ? മറ്റുള്ളവരെ സഹായിച്ചത്. അദ്ദേഹത്തിന് മനസ്സിലായി, താൻ തന്നെയാണ് സ്നേഹിച്ചത്, മറ്റുള്ളവരെ താൻ സ്നേഹിച്ചിട്ടില്ല. എന്നാൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ തൻ്റെ ഉള്ളിൽ വലിയ സന്തോഷവും സമാധാനവും തനിക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. യേശു കർത്താവ് പഠിപ്പിച്ച എന്താണെന്നറിയാമോ? ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ നമ്മുടെ അയൽക്കാരെയും നാം സ്നേഹിക്കണം. മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെയാണ് പറയുന്നത്, തമ്മിൽ തമ്മിൽ നാം സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്? തമ്മിൽ തമ്മിൽ സ്നേഹിക്കാനായിട്ടല്ലേ? ദൈവമക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് നമ്മിൽ സമാധാനവും സന്തോഷവും ലഭിക്കുക. പ്രിയ കൂട്ടുകാരെ, നാം ദൈവമക്കളാണോ? അതോ ആ ബിസിനസ്സുകാരനെ പോലെ തന്നെ സ്നേഹിക്കുന്ന അവസ്ഥയിലാണോ? അതിനൊരു മാറ്റമുണ്ടാകണമെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് യേശു കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുമ്പോൾ, ദൈവത്തെയും നമ്മുടെ അയൽക്കാരെയും സ്നേഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നിത്യസന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. ദൈവം അതിനായി സഹായിക്കട്ടെ. ഓക്കെ, ബൈ. ഇനി നിങ്ങളുടെ ആശയപ്രകാശന സമയം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. നന്മയുടെ തേജസ് നിങ്ങളിൽ നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ.
ും